Hello, welcome to your beautiful എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുകയും ചെയ്യുക, എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻ കേസ് ഇഫ് യു തിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ നമുക്കിന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് കാണാം. ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് വന്നിട്ട് ഡ്രീംസ് വിത്ത് മീ 1437. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. നിങ്ങളുടെ റിയൽ പേര് എനിക്ക് അറിയില്ല, എന്തായാലും ഡ്രീംസ് വിത്ത് മീ എന്നല്ല പേരെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ലീവിങ് എ കോമൻറ്റോ. എൻ്റെ അമ്മ എന്താ ഇത്, ഞാൻ ആദ്യം റിൻസിയുടെ ഈ ലിപ്സ്റ്റിക് റിവ്യൂ ഇട്ടോ എന്ന് നോക്കി, പിന്നെ വിഷമിച്ച് ഓർഡർ ഇടാൻ പോണേർന്ന് പൂവായിരുന്നു കേട്ടോ. അപ്പോൾ ദാ വന്നു വീഡിയോ. താങ്ക് യു. ഞാൻ ഈബ വാങ്ങിയിട്ടോ, കാഫേ ലാറ്റെ ആൻഡ് പിക്ക് മീ അപ്പ്. താങ്ക് യു. ആ ഈബ ഹലാലിൻ്റെ ആ കാഫേ ലാറ്റെ ആൻഡ് പിക്ക് മീ അപ്പ് ആൻഡ് ഒരെണ്ണം കൂടിയുണ്ട്, ഫ്രണ്ട് ഫോർ എവർ. ഈ 3 ഷെയ്ഡും ഉണ്ടല്ലോ, അവരൊരിക്കലും നിർത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അടിപൊളിയാണ്. ആൻഡ് ഈവൻ എൻ്റെ പ്രീവിയസ് വീഡിയോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മാറ്റ് മ്യൂസ് മാൾസിൻ്റെ ലിപ്സ്റ്റിക്സ്, ഐ ലവ് ഇറ്റ്. ബട്ട് അത് ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ഈ ബഹലാലിൻ്റെ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ലത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ വേഗം പോകും, ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫോർ ദ ഷെയ്ഡ്സ് ഇറ്റ്സ് അമേസിങ് ആൻഡ് ഫോർ ദ പ്രൈസ് ഇറ്റ്സ് അമേസിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡ്രീംസ് വിത്ത് മീ 1437. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വലിച്ചു നീട്ടാണ്, വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സമ്മറൊക്കെ ആയി, നമ്മൾ സൺസ്ക്രീൻസ് എന്തായാലും അപ്ലൈ ചെയ്യണം. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ പിന്നെയും അപ്ലൈ ചെയ്ത് പോവാറുണ്ട്, ബട്ട് ഈ റീടച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എൻ്റെ ഇത് കേൾക്കണ്ട, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എനിവേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ സൺ സ്കൂപ്പാണ് പ്രോഡക്റ്റിൻ്റെ പേര്. ഒബ്വിയസ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് പുതിയ പ്രോഡക്റ്റ് അല്ലാന്ന് തോന്നുന്നു, കുറച്ച് നാളായിട്ട് ഞാനിത് കണ്ടിട്ടുണ്ട്. സോ ഇത് ഫോർമുലേറ്റഡ് വിത്ത് ഡെർമറ്റോളജിസ്റ്റ്, enriched with hydrating, soothing, anti-inflammatory ingredients, zinc oxide plus aloe vera extract, hydrating fluid sunscreen for face and body, UVA, UVB, PA++++, clinically certified SPF, no white cast, blue light protection, non-comedogenic, for daily use, suits all skin type. 125 ml of product ആണ് കിട്ടുന്നത് for 499 rupees, which is എ ഗുഡ് തിങ്. പ്രോഡക്റ്റിനെ പറ്റി പറയാനൊക്കെ മുന്നേ നിങ്ങൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആദ്യം അറിഞ്ഞിരിക്കണം. എൻ്റെ സ്കിൻ ഇസ് ഓയിലി, ആക്നെ പ്രോൺ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചില സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവാറില്ല. ബട്ട് ഈ സൺസ്ക്രീൻസ് ഒരുവിധം എനിക്ക് സൂട്ടാവില്ല. ഇറ്റ്സ് വെരി റെയർ എ സൺസ്ക്രീൻ സൂട്ട്സ് മൈ സ്കിൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്നെ ഒരു 8 കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൂട്ടായ സൺസ്ക്രീനും സൂട്ടാവാത്ത സൺസ്ക്രീൻസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് പറയുന്ന സൺസ്ക്രീൻ ഈസ് സൺ സ്കൂപ്പിൻ്റെ സൺസ്ക്രീൻ. സോ ഇതിൻ്റെ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോണില്ല. ദർ ഇസ് എ റീസൺ വൈ. എന്തായാലും ഞാനത് പറയണേക്കാൾ മുന്നേ ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീനാണ്, നോൺ സ്റ്റിക്കി ആണ്, ടെക്സ്ചറൊന്നും കുഴപ്പമില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഇവർ പറയുന്ന പോലെ വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് സൺസ്ക്രീൻ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ആപ്ലിക്കേഷനും ഇതിലൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ സൺസ്ക്രീന്. സോ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ, അപ്പോൾ ഇതെന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്കിത് കൊലാബറേഷന് വേണ്ടി വന്നതാണ്. സോ ഐ ഹാവ് ടു ബി വെരി ക്ലിയർ, ഇത് ഈ ഒരു വീഡിയോ ഈസ് നോട്ട് സ്പോൺസേർഡ് കേട്ടോ. ഇതെനിക്ക് കൊലാബറേഷന് വന്നതാണ്. അപ്പോൾ ആസ് യൂഷ്വൽ എനിക്ക് എന്തെങ്കിലും കൊലാബറേഷന് വന്നാൽ ഞാനത് കുറച്ച് നാൾ ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ റിവ്യൂ വരാം. അത് കാരണം പലപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോസ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ചിലപ്പോൾ കാണാൻ കിട്ടില്ല. മേക്കപ്പ് പോലെയല്ല സ്കിൻ കെയർ നമ്മൾ കുറച്ച് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പം ഒരു തേർഡ് ഡേ തൊട്ട് എനിക്ക് സോ ലക്കിലി ഓക്കെ, നമ്മളെപ്പോഴും പറയില്ല ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമൊക്കെ മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ കയ്യിലാണ് ഇത് ട്രൈ ചെയ്തത്. 2 കയ്യിലുമാണ് ഞാൻ അപ്ലൈ ചെയ്തു. ബിക്കോസ് ഇതൊരു ഫേസ് സൺസ്ക്രീൻ മാത്രമല്ല, ഇത് ബോഡിക്കും കൂടിയുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ സൺസ്ക്രീൻ. പുറത്ത് പോകുമ്പോൾ ഒക്കെ ഞാൻ കയ്യുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. ഫസ്റ്റ് ഡേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എന്താ പറയുക, പ്രൊട്ടക്ഷൻ കുഴപ്പമില്ല, എന്താ പറയുക, സ്റ്റിക്കി അല്ല, ഗ്രീസി അല്ല, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഒരു തേർഡ് ഡേ ആയപ്പോൾ എൻ്റെ കൈ ചൊറിഞ്ഞു തുടങ്ങി. ആക്ച്വലി സെക്കൻഡ് ഡേ രാത്രി തന്നെ ചൊറിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. വലതും കടിച്ചതാവുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. പിന്നെ തേർഡ് ഡേ ആയപ്പോൾ
ബൈ ഈവനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പൊന്തി വന്നു. എനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് സൂട്ടായില്ലെങ്കിൽ എനിക്കിങ്ങനെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൊന്തി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്തല്ല, ഇറ്റ്സ് ബീൻ കുറച്ച് മന്ത്സായി, ഓൾമോസ്റ്റ് എ ഇയറായി വാസ്ലിനിൻ്റെ ബോഡി ലോഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോഴത്തെ അവരുടെ വിത്ത് ഗ്ലൂട്ടത്തയോൺ ഉള്ള ഒരു വാസ്ലിൻ ബോഡി ലോഷൻ. അത് യൂസ് ചെയ്തിട്ടും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഹോപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ അതും ട്രൈ ചെയ്തപ്പോൾ ഇതേപോലെ തന്നെയാണ് അതുമായ. സോ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അന്നേ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് സൂട്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത് തേച്ചപ്പോഴും എനിക്കുണ്ടായത്. എൻ്റെ സ്കിന്നിൽ കൈ ഇങ്ങനെ തരി പോലെ വന്നു. അപ്പോൾ തന്നെ ഞാൻ നിർത്തി. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ വെളിച്ചെണ്ണയെ പുരട്ടാം. എൻ്റെ മമ്മി പറഞ്ഞ സൊല്യൂഷനാണ് കേട്ടോ. എന്തെങ്കിലും അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വെളിച്ചെണ്ണ ഞാൻ പറ്റും, അല്ലെങ്കിൽ ലാക്ടോകലാമിൻ ലോഷൻ ഞാൻ പറ്റും, അല്ലെങ്കിൽ ആലോവീര ജെൽ, നല്ല ക്വാളിറ്റി ആലോവീര ജെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാം ചെയ്യാനും ഒന്ന് സൂത് ചെയ്യാനും നല്ലതാണ് ഈ ആലോവീര ജെൽ, കലാമിൻ ലോഷൻ. വെളിച്ചെണ്ണ ചിലവർക്ക് ചിലപ്പോൾ സൂട്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വെളിച്ചെണ്ണ ഓൾവേസ് വർക്ക്സ് ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ 2-3 ദിവസം പറ്റിയിട്ട് ഇപ്പോൾ അത് താഴ്ന്നു. ഇപ്പോൾ എനിക്ക് കാണിക്കാനൊന്നുമില്ല. ബട്ട് ആ ബംസ് വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് ഇത് സൂട്ടായില്ല. ഇപ്പം നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്, അങ്ങനെ സെൻസിറ്റീവ് അല്ല, ജസ്റ്റ് വെരി നോർമൽ, നിങ്ങൾക്ക് അങ്ങനെ ഏത് പ്രോഡക്റ്റും ഏത് സൺസ്ക്രീൻസും യൂസ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് സൂട്ടാവും. നിങ്ങളുടെ ആരെങ്കിലും ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ട് ഇഫ് ഇറ്റ്സ് വർക്കിംഗ്, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വെച്ചെങ്കിൽ കണ്ടിന്യൂ, നോ പ്രോബ്ലം, കണ്ടിന്യൂ യൂസിങ്. നിങ്ങൾക്ക് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ യു ഷുഡ് കണ്ടിന്യൂ. ബട്ട് സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യണേക്കാൾ മുന്നേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അറിയിച്ചതാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ അലർജി പോലെ പൊന്തി വന്നാൽ എനിക്കൊരു പേടി പോലെയാണ് എപ്പോഴും. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ പൊന്തി വന്നു. ആൻഡ് ഈ ചൊറിച്ചിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മാന്തിയ അതിൻ്റെ സിറ്റുവേഷൻ വേഴ്സ് ആവും. അന്ന് നമുക്ക് മാന്താണ്ടിരിക്കാനും പറ്റില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ആൻഡ് ലക്കിലി ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ആൻഡ് ഇറ്റ് ജസ്റ്റ് ടുക്ക് മീ ഒരു 7 to 8 ഡേയ്സിൽ തന്നെ എല്ലാം താഴ്ന്നു. പേടിക്കാനൊന്നുമില്ല, ഒക്കെ കുറഞ്ഞു. ബട്ട് ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്കെന്തോ ഈ സൺസ്ക്രീൻ വർക്ക് ആയില്ല. നിങ്ങൾക്ക് വർക്ക് ആയെങ്കിൽ കണ്ടിന്യൂ യൂസിങ്, നോ പ്രോബ്ലം. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സൂട്ട് മൈ സ്കിൻ. ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ആൻഡ് ഭാഗ്യം ഞാനിത് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാത്തത്. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ലേ, അത് എപ്പോഴും നല്ലതാണ്. ചില സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം അറിയില്ല. അവിടെ പാച്ച് ടെസ്റ്റ്, ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണമാണ് ഞാൻ പറയണത്. ഞാൻ പാച്ച് ടെസ്റ്റ് കയ്യിൽ ചെയ്ത പ്രോഡക്റ്റ്, അതായത് കുറച്ച് ഏരിയയിൽ ചെയ്യാനല്ല അവർ പറയണത്, ആ കുറച്ച് ഏരിയയിൽ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. എന്നിട്ട് ഒരു ക്രീം ഞാൻ മുഖത്ത് തേച്ചു. ഇവിടെ പ്രശ്നമില്ലാത്ത കാരണം ഞാൻ മുഖത്ത് തേച്ചപ്പോൾ എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിട്ടാണ്. സോ ഞാൻ ഈ സൺസ്ക്രീൻ ഞാനിങ്ങനെ പാച്ച് ടെസ്റ്റ് അല്ല ഞാൻ ചെയ്തത്. ഞാൻ കയ്യിലാണ് ഫുള്ള് ഞാൻ ടെസ്റ്റ് ചെയ്തത്, ഫുൾ ബോഡിയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. എൻ്റെ ബോഡിയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഫേസ് പിന്നെ പറയണ്ട, എനിക്ക് നല്ലോണം മോക്കുരൊക്കെ വന്നിട്ടുണ്ടാവും. സോ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചിലർ, എനിക്ക് അങ്ങനെ അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല, ബട്ട് ചിലർ വിചാരിക്കും, ഓ ഈ കമ്പനിക്കാർ ചേച്ചിക്ക് പൈസ തന്നിട്ടുണ്ടാവില്ലേ, അതാ ഒരു ചേച്ചി ഇങ്ങനെ പറയണല്ലേ. സത്യം പറയുകയാണെങ്കിൽ ഈ കമ്പനിക്കാരും എനിക്ക് പൈസ തരാൻ റെഡി തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെനിക്ക് കൊലാബറേഷനിൽ വന്ന് ട്രൈ ചെയ്ത ഒരു സൺസ്ക്രീനാണ്. എനിക്ക് വർക്കായില്ല. അപ്പോൾ ആ കൊലാബറേഷൻ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്കിത് വർക്കായില്ല, അത് കാരണം ഞാനിത് ചെയ്യില്ല എന്ന്. ആൻഡ് അവർ സമ്മതിച്ചു, ചെയ്യേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ദാറ്റ്സ് അനദർ തിങ്. ചില കമ്പനികൾ അങ്ങനെയല്ല, എന്നാലും ഒന്ന് ചെയ്യോ. ചിലവരെങ്ങനെയാണെന്ന് പറയുക, കുറച്ചും കൂടി പൈസ കൂട്ടി തരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കൊലാബറേഷൻസ് വരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നായ കാരണമാണ്, അല്ലാണ്ട് ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ ഒന്നും നെഗറ്റീവായിട്ട് പറയാനല്ല. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നായ കാരണം ദിസ് മൈറ്റ് സൂട്ട് നോർമൽ സ്കിൻ ടൈപ്സ്. പ്രശ്നമില്ല വെച്ചെങ്കിൽ അത് ഈ പറഞ്ഞോണം. ഓൾറെഡി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ യൂസിങ്, നോ പ്രോബ്ലം. സെൻസിറ്റീവ് സ്കിൻകാർ മാത്രം ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ആൻഡ് ഇന്ന് ടേക്കുന്ന ലിപ്സ്റ്റിക്ക് മാറ്റ് ലുക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഓൾറെഡി ചിലപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മാറ്റ് ലുക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്, പക്ഷെ ഭയങ്കര ഡ്രൈയിങ് ആണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഭയങ്കര ഡ്രൈയിങ് ആണ്. എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് സഹാറ ഡെസേർട്ട് പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ബട്ട് യാ നന്നായി ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ ഡ്രൈയിങ് ആവും, കാരണം അത്രയ്ക്കും ഡ്രൈയിങ് ആണ് ഇതിൻ്റെ ടെക്സ്ചർ. ബട്ട് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് ആൻഡ് നല്ല ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ ആൻഡ് പ്ലീസ് ടേക്ക് കെയർ. ബൈ.